കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയിലെ ഒന്നാമത്തെ റാങ്ക് നമ്മുടെ അനുദീപ് അക്കാഡമി എന്ന് പറഞ്ഞ് ഈ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവന്നിരിക്കും എന്ന് എന്റെ ഒരു പ്രിയ വിദ്യാർത്ഥി ഒരു വാക്ക് തന്നിരുന്നു. ദേവനാരായണൻ. അദ്ദേഹം ആ വാക്ക് ഇന്ന് പാലിച്ചിരിക്കുകയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ സ്ട്രീം 1-ലെ ഒന്നാമത്തെ റാങ്ക് അദ്ദേഹം നേടിയിരിക്കുകയാണ്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലും ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ, ഒരു അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് എന്നുള്ള രീതിയിലും ഉള്ള എന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്ന് എന്റെ പ്രിയ വിദ്യാർത്ഥികളെ, ഞാൻ യൂണിഫോമിൽ ഞാൻ അവരെ കാണുമ്പോൾ എനിക്ക് അവരെ സല്യൂട്ട് ചെയ്യാൻ പറ്റണം, ആ ഒരു പൊസിഷനിലേക്ക് അവർ എത്തണം എന്നുള്ള ഒരു തീവ്രമായ ആഗ്രഹം എന്റെ ഉള്ളിൽ എപ്പോഴുണ്ട്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്ക് നേരിട്ടൊന്ന് കേട്ടു നോക്കാം. താങ്ക് യു സോ മച്ച്. എങ്ങനെ നന്ദി പറയണം? നന്ദി പറഞ്ഞാൽ തീരില്ലല്ലോ. അങ്ങനെ അല്ലല്ലോ നമ്മുടെ ഒരു ബന്ധം. അപ്പൊ നമുക്കിത് അങ്ങനെയുള്ള ഫോർമാലിറ്റിക്കൊന്നും സ്ഥാനം ഇല്ല അല്ലെ? ഇല്ല, എന്നാലും എനിക്ക് അറിയില്ല എന്ത് പറയണം. വാക്ക് പാലിച്ചു അല്ലെ? KS റാങ്ക് 1 നമ്മുടെ അനുദീപ് അക്കാഡമി നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിക്കുമെന്ന് ഒരു വാക്ക് തന്നിട്ടാണ് എക്സാമിനൊക്കെ പോയത്. അത് പാലിച്ചു. ഹാറ്റ്സ് ഓഫ്. അപ്പോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിൽ ഒന്നായിരുന്നു ഔദ്യോഗിക ജീവിതത്തില് എനിക്ക് നിന്നെ ഒന്ന് സല്യൂട്ട് ചെയ്യണം എന്നുള്ളത്. അതെന്തായാലും ഈ ഒരു നിമിഷത്തില് സാർ ഇവിടെ ഇല്ലാത്തത് മാത്രമേ ഉള്ളൊരു വിഷമം. ഞാനത് സാർ ഇവിടെ വേണമായിരുന്നു. LGS-ല് ഫോട്ടോയാണ് ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ് എക്സാമില്. എനിക്ക് KSFE-യിൽ നിന്ന് OA-ആയിട്ട് അഡ്വൈസ് വന്നിരുന്നു. എക്സാക്ട്ലി. അപ്പൊ അവിടെ നിന്നാണ് കേരള PSL മോസ്റ്റ് പ്രസ്റ്റീജിയസ് എക്സാം അല്ലെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ സ്ട്രീം 1 ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സ്ട്രീം ആണല്ലേ സ്ട്രീം 1. അതിൽ തന്നെ ഫസ്റ്റ് റാങ്ക് അടിച്ചു. എന്ത് തോന്നുന്നു സാർ? എനിക്ക് എന്താണ് അതിന് പറയാന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങളെ പോലുള്ള ആളുകൾ ഇല്ലെങ്കിൽ അതൊരിക്കലും സാധ്യമാവില്ല. ഒരുപക്ഷെ അനുദീപ് അക്കാഡമിയില് ആ മെയിൻ ഫാക്കൽറ്റി ആയ നിങ്ങളെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്ത ഒരു വിദ്യാർത്ഥി ആയിരിക്കും ഞാൻ. അതെനിക്ക് അഭിമാനത്തോടു കൂടി ഇപ്പൊ പറയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇറ്റ്സ് എ ഹ്യൂജ് അച്ചീവ്മെന്റ്, ഇത് ലെഗസി അച്ചീവ്മെന്റ് ആണ്. അതും ഏറ്റവും ടഫസ്റ്റ് ആയിരിക്കും. PSC ചരിത്രത്തിന്റെ ടഫസ്റ്റ് എക്സാം ഇത് തന്നെയാണ്. സ്ട്രീം 1 ആണ്, KS ആണ്, വേക്കൻസികൾ കുറവാണ്. ബട്ട് യു ഡിഡ് ഇറ്റ്. അതിന്റെ പ്രധാനപ്പെട്ട റീസൺ ഡിറ്റർമിനേഷൻ, വിൽ പവർ, പിന്നെ എന്താ പറയാ ഒരുപാട് സിവിൽ സർവീസ് ഒക്കെ ക്വാളിഫൈ ചെയ്ത ആസ്പിറൻസ് ഉണ്ട്. അപ്പോ ഇതൊരു ലക്കാണല്ലോ ബേസിക്കലി. അപ്പൊ അവരുടെ ഇടയിൽ നിന്ന് എനിക്ക് കയറാൻ പറ്റുക പറഞ്ഞാൽ അത് ലക്ക് തന്നെയാണ്. അങ്ങനെ ആ ഒരു ഭാഗ്യം അത്രേ ഉള്ളൂ. അപ്പൊ അതെനിക്ക് ഇതായിട്ട് വന്നു. അങ്ങനെ എന്തായാലും മറ്റൊരു ലൈഫിൽ എനിക്ക് ഇപ്പൊ അവിടെ ഉണ്ടെങ്കിൽ നേരിട്ട് കാണാൻ പറ്റുമായിരുന്നു. വളരെ അടുത്ത ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് സാർ കൂടെ ഉണ്ടാവണം. നഷ്ടബോധമാണ് അവിടെ ഇല്ലല്ലോ ഒന്ന് കാണാൻ പറ്റുന്നതുള്ളതായിട്ട്. ഞാൻ നാളെ വരും. ഓക്കെ, അപ്പൊ എന്തായാലും കാണണം. ഇതിന് KS ഫസ്റ്റ് റാങ്ക് അടിച്ച ശേഷം ആദ്യത്തെ ഒരു ഇന്റർവ്യൂ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് തന്നു. സമയം മാറ്റി വെച്ചു ഒരിക്കലും പറയരുത്. ഹലോ, വേറെ ആര് പറഞ്ഞാലും ഓക്കെ, പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയരുത് സാർ. അച്ഛൻ ആദ്യം ചോദിച്ചത് അനുദീപ് വിളിച്ചില്ലേ എന്നാണ്. അപ്പൊ അച്ഛൻ അറിയാം ആരാണ് എന്നെ നിരന്തരം ഇങ്ങനെ